ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയല്ല എന്ന വാദവുമായി ചിലർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ തനിക്ക് ലഭിച്ച മാർപ്പാപ്പയുടെ നിയമന പത്രിക ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ ആ വാദത്തിന്റെ മുനയൊടിക്കുന്ന ശക്തമായ തെളിവായി നിലനിൽക്കുകയാണ് വത്തിക്കാന്റെ ഔദ്യോഗിക വാർത്താ ബുള്ളറ്റിൻ. വത്തിക്കാന്റെ ഔദ്യോഗിക ന്യൂസ് പോർട്ടലിലെ പേപ്പൽ ഡെലിഗേറ്റിന്റെ നിയമന വാർത്ത മറച്ചുവെച്ചുകൊണ്ടാണ് തെറ്റായ പ്രചരണം നടത്തുന്നത്. പേപ്പൽ ഡെലിഗേറ്റിന്റെ നിയമന പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രിഫെക്റ്റാണ്, മാർപ്പാപ്പയല്ല എന്നതാണ് പ്രചരണം നടത്തിയിരുന്നവർ ഉയർത്തിയിരുന്ന വാദം. സാധാരണഗതിയിൽ വത്തിക്കാന്റെ വിവിധ കാര്യാലയങ്ങളിലൂടെയാണ് മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വളരെ ചുരുക്കം ചില ഔദ്യോഗിക കത്തുകളിൽ മാത്രമേ മാർപ്പാപ്പ നേരിട്ട് ഒപ്പിടുകയുള്ളൂ. എറണാകുളം അങ്കമാലി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ ക്ലാസ്മേറ്റാണ് ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ എന്നതായിരുന്നു മറ്റൊരു പ്രചാരണം. ആൻഡ്രൂസ് പിതാവ് ക്ലാസ്മേറ്റിനെ കൊണ്ടുവന്നത് എറണാകുളംകാരെ ചതിക്കാനാണ്. ഇരുവരുടെയും നിലപാടുകളിലെ സമാനതകളാണ് ആരോപണമുന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചത്. സിനഡ് തീരുമാനം നടപ്പിലാക്കലാണ് തങ്ങളുടെ ദൗത്യമെന്ന് ഇരുവരും പറയുന്നുവത്രേ. 1977 വൈദികനായതിനു ശേഷം റോമിൽ പോയി പഠിച്ച് ഡോക്ടറേറ്റ് നേടി 1983 മാർ ആൻഡ്രൂസ് താഴത്ത് നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ സെമിനാരിയിൽ ചേർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 1987 പുരോഹിതനായ ശേഷമാണ് അദ്ദേഹം ഉന്നത പഠനം നടത്തിയത്. വ്യത്യസ്ത വർഷങ്ങളിൽ റോമിൽ ഉന്നത പഠനം നടത്തിയവർ ക്ലാസ്മേറ്റ്സാണെന്ന പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഈ വിവരങ്ങൾ. പേപ്പൽ ഡെലിഗേറ്റിന്റെ ദൗത്യം ദുഷ്കരമാക്കുകയും പൂർത്തിയാക്കാൻ അനുവദിക്കാതിരിക്കുകയുമാണ് വ്യാജവാർത്തകൾ ചമയ്ക്കുന്നവരുടെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.